ക്ലീറ്റോ വരുമ്പോൾ മാത്രമല്ല വിഷം നീക്കുന്ന ഞങ്ങൾ കണ്ടുകൂടാ. കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കുമായിരുന്നു. ക്ലീറ്റോസിന്റെ കണ്ണിപ്പെടാതെ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. എന്തുപറ്റി? ആ ഫോണിൽ വിളിച്ചപ്പോൾ എന്തോ പാർട്ടി സമ്മേളനമൊന്നോ നോട്ടീസ് ഒട്ടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. എന്നെ കണ്ടു കഴിഞ്ഞ് ഇതെല്ലാം കറക്കി എൻ്റെ തലയിൽ കൊണ്ട് വെക്കുമെന്ന്. ഒരു നല്ല രാഷ്ട്രീയക്കാരനെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ പറയേണ്ടത്. നല്ല രാഷ്ട്രീയം. രാവിലെ തൊട്ട് ഇവർ കൂടെ നോട്ടീസ് ഒട്ടിക്കാനും 12 മണിക്ക് നിന്ന് കഴിഞ്ഞാൽ വൈകിട്ട് കിട്ടുന്ന ഒരു ഗ്ലാസ് നാരങ്ങയുള്ള 2 ഉപ്പ് ബിസ്ക്കറ്റ് അതാ പണിയിട്ട്. എടാ നല്ല രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ എന്തുവാ അകത്തിരിക്കുവല്ല, വെളിയിലിറങ്ങി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം. അതേ കിടക്കുന്നു. ആരോടും പറയത്തില്ല, ഒരു രഹസ്യം ഞാൻ പറയാം. ഈ ക്ലേറ്റോ മച്ചമ്പിയുടെ DDT എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, ഇതേപോലൊരു ഡോക്ലി പാർട്ടി കേരള നിയമസഭയിൽ പോലും ഇല്ല. എന്റെ കർത്താവേ, ക്ലീറ്റോ ചേട്ടൻ കേട്ടാലുണ്ടല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ചെന്ന് പറഞ്ഞിട്ട് വരാം. പറയണ്ട, രണ്ടുപേരും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അല്ലടാ, അതിന് പോകുന്നില്ലേ പിന്നെ എന്താ നിന്റെ പരിപാടി? ഇവിടെ വെറുതെ ഇരിക്കുക, സമയത്ത് ഫുഡ് കഴിക്കുക. അതൊന്നുമല്ല, തങ്കൻ ചേട്ടത്തിയോട്ട് ചേർന്നുകൊണ്ട് ചില സഹായ പരിപാടികളോട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടി. ആരെ സഹായിക്കാൻ? തങ്കൻ ചേട്ടത്തി. എന്ത് സഹായിക്കാൻ? കിടക്കുന്നു. ബൾബാ ചില സമയത്ത് കത്തത്തില്ല. ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? നിങ്ങളുടെ മറ്റേ സംഘടന ഉണ്ടല്ലോ, എന്തോ കഴുതപ്പുലിയോ പെൺപൂച്ചയോ? പെൺപുലി ഈ വർഷം നടത്തുന്ന ഓണാഘോഷ പ്രോഗ്രാമിന്റെ കോപ്പറേറ്ററാണ് ഞാൻ. കോപ്പറേറ്റർ അങ്ങനെയല്ല, കോർഡിനേറ്റർ. ഞാനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പോവാ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ജോലിയെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. അപ്പൊ ആ പരിപാടിയുടെ കാര്യത്തിലും തീരുമാനമായി. ഒന്നുമില്ല, സെറ്റാക്കും. ക്ലീറ്റോ ചേട്ടന് ഫുഡ് എടുത്ത് വെച്ചിട്ട് വാ, നമുക്ക് പോവാം. അതല്ല അമ്മായി, ഈ ആരുടെയും കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നത്. ശരിയാ, ചേട്ടൻ്റെ കയ്യിൽ കഴിഞ്ഞ മാസം കുറച്ച് കാശുണ്ടായിരുന്നു. അപ്പോഴാ വയല് പാട്ടം എടുക്കണമെന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധി ഉദിച്ചത്. അതോടുകൂടി ആ കാശ് തീർന്നു കിട്ടി. സുരേഷ് ചേട്ടൻ ഒപ്പിച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ശരിയായി മതിയായിരുന്നു. നീ എന്താ ഇവിടെ വന്നിരിക്കുന്ന? അകത്ത് വരുന്ന പഠിക്ക്. അകത്ത് വരുന്ന പഠിക്കാൻ റൊണാൾഡോ സമ്മതിച്ചിട്ട് വേണ്ടേ പഠിക്കാൻ വേണ്ടി? റൊണാൾഡോ എന്ത് ചെയ്ത്? എന്റെ മാമി എന്നെ കാണുമ്പോ ഉറച്ചു വായിക്ക് ഒരു നിവൃത്തിയില്ല. അതെന്താന്നറിയോ അമ്മായി, ചേച്ചി ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് അച്ചാച്ചനോട് പറഞ്ഞിട്ടാ പോയത് കൊച്ചിനെ പഠിത്തത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചോണം. അതീ പിന്നെ ഉറക്കപ്പടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു അത് മാത്രം അറിയാവുള്ളൂ എന്ന് തോന്നുന്നു. ഇടയ്ക്ക് ദേഷ്യവും വിടും. പിടിച്ചു. നീ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പാവം പറയുന്നത്. ഓ, പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പേ ദേ എത്തി. കോർഡിനേറ്റർ എങ്ങോട്ടാ? കോർഡിനേറ്ററാ? എന്തുണ്ട്? മുത്തെന്ന് പറഞ്ഞില്ലേ? ഇല്ല. ഇവരുടെ സംഘടന ഉണ്ടല്ലോ, കഴുതപ്പുലിയോ? ഞാൻ പറഞ്ഞു കേട്ടോ, പെൺപുലി. പെൺപുലി സംഘടനയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിക്കും തങ്ക ചേട്ടത്തെ സഹായിക്കുന്ന കോർഡിനേറ്റർ. അങ്കിളോ? തങ്കം ചേട്ടത്തിനെ സഹായിക്കാൻ ഞാനുണ്ട് സംഘടനയിൽ. അല്ലല്ലോ ഇത് പെണ്ണുങ്ങളുടെ സംഘടന, എവിടെ ആണുങ്ങൾക്ക് എന്ത് കാര്യം? അതാണ് ഞാൻ ചോദിച്ചു, പുലികളുടെ ഇടയിൽ എന്തിനാണോ ഡെയിലി കൈക്കുഞ്ഞാണ് ഞാൻ ഒന്നും പറയുന്നില്ല. പൂക്കട് ഉറക്കം വായിക്കും. തുടങ്ങി. ഞാൻ വായിച്ചോ? ഉറക്കം വായിച്ചാൽ മനപ്പാടോ? ഇങ്ങനെ പോണത് കോർഡിനേറ്ററാ.